വിശദമായ വാർത്തകളിലേക്ക്. ദുബായിൽ 8 ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് കൂടി ദുബായ് ഇക്കണോമിക് ഡെവലപ്മെന്റ് വകുപ്പ് അനുമതി നൽകി. ഇതോടെ ദുബായിൽ ലൈസൻസ് ലഭിക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളുടെ എണ്ണം 2113-ൽ നിന്ന് 2125 ആയി. ആഭ്യന്തര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള നടപടിയാണിതെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. ദമാമിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാണ് മലയാളികൾ മരിച്ചത്. കൊല്ലം ചവറ സ്വദേശി മുസമ്മിൽ, വാഹനമോടിച്ചിരുന്ന കായംകുളം സ്വദേശി നാദിർഷ എന്നിവരാണ് മരിച്ചത്. മക്കയ്ക്കടുത്ത ഖുലൈസിലാണ് അപകടം നടന്നത്. ദമാമിൽ നിന്നും പുറപ്പെട്ട 8-അംഗ സംഘം മദീന സന്ദർശനത്തിന് ശേഷം ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പോവുകയായിരുന്നു. 8 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് റമദാൻ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്. ഈ പുണ്യ റമദാൻ മാസത്തിൽ ബിഗ് മാർട്ടിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. ദുബായിൽ റംസാൻ നാളുകളിൽ മലബാർ വിഭവങ്ങൾക്ക് പ്രചാരമേറുന്നു. മലബാറിന്റെ തനത് ഭക്ഷ്യ വിഭവങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി, കുഞ്ഞിപ്പത്തിരി, ഏലാഞ്ചി, മുട്ടമാല, പഴം നിറച്ചത് എന്നിങ്ങനെ എണ്ണിയാൽ തീരില്ല മലബാറിന്റെ തനത് വിഭവങ്ങൾ. ദുബായിലെ നിരവധി റെസ്റ്റോറന്റുകളും കഫ്തീരകളും മലബാർ വിഭവങ്ങൾ ഒരുക്കിയാണ് റംസാൻ വിപണിയെ സജീവമാക്കുന്നത്. കോഴിക്കോട്ടും കണ്ണൂരും മാത്രം ലഭ്യമായിരുന്ന ഈ അപ്പത്തരങ്ങൾ ഇപ്പോൾ ഗൾഫിലെ മിക്ക റെസ്റ്റോറന്റുകളിലും സുലഭമാണ്. വീടുകളിൽ ഒരുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ വിഭവങ്ങളും ഇവിടെ ഒരുക്കുന്നത്. നമ്മളിപ്പോൾ റംസാൻ കാലത്ത് നമ്മളെ മാപ്പിള കുഷ്യൻസ് പോലെ മാപ്പിള മലബാർ ഏരിയയിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് അതിനോട് കൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള ഓരോ ഡിഷസിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ ഡിഷസ് ഉണ്ടാക്കിയിട്ട് മലബാറിലേക്കും അങ്ങേക്കുള്ള ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, ഉന്നക്കായി, പിന്നെ പഴം നിറച്ചത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഐറ്റംസാണ് നമ്മൾ പൊതുവായിട്ടും ഈ നോമ്പ് നോൽക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും റെസ്റ്റോറന്റുകളിൽ വിഭവങ്ങൾ തയ്യാർ. പിന്നെ പ്രകൃതിയായ വിൽപ്പനയാണ്. മലയാളികൾ മാത്രമല്ല മറ്റു രാജ്യക്കാരും ഈ വിഭവങ്ങൾ വാങ്ങാനെത്തുന്നു. അങ്ങനെ കേരളത്തിന്റെ രുചിവൈഭവം കടൽ കടന്നും ഖ്യാതി നേടുകയാണ്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് റമദാൻ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്. ഈ പുണ്യ റമദാൻ മാസത്തിൽ ബിഗ് മാർട്ടിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. ഷാർജയിൽ ഗതാഗത നിയമലംഘനങ്ങൾ കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. 2015 ആദ്യ 6 മാസത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗതാഗത നിയമലംഘനങ്ങൾ കുറഞ്ഞതായി പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഷാർജയിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 8251 ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടന്നതായി പോലീസ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് അറിയിച്ചു. ദുബായിൽ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ മന്ത്രാലയം ഈ വർഷം പുതിയ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കേന്ദ്രങ്ങൾക്ക് 126 ലൈസൻസുകൾ അനുവദിച്ചു. 22 മൾട്ടി സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങൾ, ക്ലിനിക്കുകൾ, 58 ഫാർമസികൾ, 37 മെഡിക്കൽ വെയർഹൌസുകൾ, 6 മെഡിക്കൽ ഓഫീസുകൾ, 2 ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ മേഖലയിൽ സ്വകാര്യ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പുതിയ ലൈസൻസ് അനുവദിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ദുബായിൽ മത്സരയോട്ടം നടത്തിയ 81 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. അവീർ, റാസൽഖോർ റോഡുകളിൽ നിന്നാണ് ഗുരുതര നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്തത്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിലോടിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് മേധാവി മേജർ ഖമീസ് മദർ അൽ മുസൈന അറിയിച്ചു. വാഹനങ്ങൾക്ക് ഇഷ്ട നമ്പർ ലഭിക്കാൻ ദുബായ് RTA വീണ്ടും അവസരമൊരുക്കുന്നു. ഈ മാസം 14 ആരംഭിക്കുന്ന 40ാമത് ഓൺലൈൻ ലേലത്തിലൂടെയാണ് ഇഷ്ട നമ്പർ തെരഞ്ഞെടുക്കാൻ അവസരം. RTAയുടെ സഹായ നമ്പറായ 800-9090 വിളിച്ചാൽ ലേലത്തിന്റെ വിവരങ്ങൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇക്കഴിഞ്ഞ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുൽ വാരിസ് അധ്യക്ഷത വഹിച്ചു. നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ ദെല്ല ഏരിയയ്ക്ക് കീഴിലുള്ള രക്തദാന സംഘത്തിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദമാം സെൻട്രൽ ഹോസ്പിറ്റലിലായിരുന്നു ക്യാമ്പ്. റമദാനിലെ 16, 17, 18 ദിവസങ്ങളിൽ 100 പ്രവർത്തകർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് നവോദയ സാമൂഹ്യക്ഷേമ ചെയർമാൻ EM കബീർ അറിയിച്ചു.
ബുറൈദ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അൽ നഖീൽ ഓഡിറ്റോറിയത്തിൽ നടന്ന 13ാമത് ഇഫ്താർ സംഗമത്തിൽ പ്രമുഖ പണ്ഡിതൻ എം നദ്വി ഇഫ്താർ സന്ദേശം നൽകി. സക്കീർ പത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ദമാമിലെ കുടുംബ സദസ്സിന്റെ മനസ്സ് കീഴടക്കിയ പ്രമുഖ വിദ്യാഭ്യാസ സാമൂഹിക കൌൺസിലർ ഡോക്ടർ രജിത് കുമാറിന്റെ റിയാലിറ്റി ഷോ ശ്രദ്ധേയമായി. ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ദമാം ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ചായിരുന്നു റിയാലിറ്റി ഷോ. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അബ്ദുൾ വാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി രുചി പെരുമയുടെ നിറവിൽ തലശ്ശേരി മാഹി വെൽഫെയർ അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദമാം ക്രിസ്റ്റൽ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ 600ഓളം പേർ പങ്കെടുത്തു. റംസാൻ റിലീഫിന്റെ ഭാഗമായി പ്രദേശത്ത് 4 നിർധനരായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിലെ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. അൽ ഇസ്ലാഹി സൊസൈറ്റി വൈസ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും പുരുഷന്മാരും അടക്കം 2000ഓളം പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാതകളുടെ വീതി 45 മീറ്ററായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പാക്കേജ് തയ്യാറാക്കും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകളില്ലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. 45 മീറ്റർ എന്നത് സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. കാരണം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 45 മീറ്റർ എന്നത് കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുകയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയും സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ 45 മീറ്റർ സ്ഥലം നമുക്ക് എടുക്കാൻ കഴിയണം. എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ സൈഡിൽ കച്ചവടം നടത്തുന്നവരുണ്ടാവും, അവിടെ താമസിക്കുന്നവരുണ്ടാവും, അവിടുത്തെ ഭൂമി ജീവിതോപാധിയായി കാണുന്നവരുണ്ടാവും. അങ്ങനെയെല്ലാം ഉള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമഗ്രമായൊരു പാക്കേജ് വേണം. കൊച്ചി അമൃത ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അമൃത ആശുപത്രിയിലെ നഴ്സ് മാനഭംഗത്തിനിരയായി എന്ന പ്രചാരണത്തിന്റെ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 10 ദിവസത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ചത്. ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നഴ്സ് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങവേ മാനഭംഗത്തിന് ഇരയായി എന്നും നഴ്സ് രഹസ്യകേന്ദ്രത്തിൽ ചികിത്സയിലാണ് എന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചാരണമുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. അത്യാഹിത വിഭാഗത്തിലെയും പ്രധാന കവാടങ്ങളിലെയും കഴിഞ്ഞ 10 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ സംഘം ശേഖരിച്ചു. കൂടാതെ ആശുപത്രിയിലെയും ICUവിലെയും രജിസ്റ്റർ അടക്കമുള്ള രേഖകളും സംഘം പരിശോധിച്ചു. ICUവിലുള്ള രോഗികളിൽ നിന്ന് പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രചാരണം സംബന്ധിച്ച് ലോക്കൽ പോലീസ് നേരത്തെ അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തതയില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്നും പ്രചാരണം വ്യാപകമായതോടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. ആശുപത്രി അധികൃതർ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. അതേസമയം അമൃത ആശുപത്രിക്കെതിരെ ഉയരുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്നും കുപ്രചാരണം നടത്തി സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും ആശുപത്രി അധികൃതർ ആവർത്തിച്ചു. അപകീർത്തിപ്പെടുത്തുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ കൊച്ചി സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഉടമയ്ക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമേരിക്കയിലെ നിശാ ക്ലബിലുണ്ടായ വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഫ്ലോറിഡയിലെ സ്വവർഗ പ്രേമികളുടെ നിശാ ക്ലബിലാണ് അക്രമി വെടിവയ്പ് നടത്തിയത്. അക്രമിയെ വെടിവെച്ചു കൊന്നതായി പോലീസ് അറിയിച്ചു. ഓർലാൻഡോയിലെ പ്രമുഖ ഗേ ക്ലബ്ബുകളിലൊന്നായ പൾസ് നൈറ്റ് ക്ലബ്ബിൽ പ്രാദേശിക സമയം രാത്രി 2 മണിയോടെയാണ് സംഭവം നടന്നത്. ക്ലബ്ബിനുള്ളിൽ അതിക്രമിച്ച് കടന്നയാൾ 4 പാടും വെടിയുതിർക്കുകയായിരുന്നു. 100-ലേറെ പേർ ഈ സമയം ക്ലബ്ബിലുണ്ടായിരുന്നു. വൻ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും അക്രമിയുടെ ശ്രദ്ധ തിരിക്കാനായി മറ്റൊരു സ്ഫോടനം നടത്തുകയും ചെയ്തു. അക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തുമ്പോഴേക്കും നിശാ ക്ലബ്ബ് ചോരക്കളമായി മാറിയിരുന്നു. ഒമർ മദീൻ എന്ന 29-കാരനാണ് അക്രമിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. AR-15 വിഭാഗത്തിലുള്ള കൈത്തോക്ക് വെച്ചാണ് അക്രമി വെടിവയ്പ് നടത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണ സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല. ഇതേ തുടർന്ന് ഒർലാൻഡോയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടന നടത്തുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പുനഃസംഘടനയ്ക്കായി നേരത്തെ രൂപീകരിച്ച സമിതിക്ക് ഇനി പ്രസക്തിയില്ലെന്നും സുധീരൻ പറഞ്ഞു. UDF ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. KPCC നേതൃമാറ്റം ഉടനില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയതോടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് ഇന്നലെ തന്നെ മടങ്ങിയെങ്കിലും സുധീരൻ ദില്ലിയിൽ തന്നെ തുടർന്നിരുന്നു. ഇന്ന് ഹൈക്കമാൻഡുമായി VM സുധീരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏകമാർഗം ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കുകയാണെന്ന് സുധീരൻ വ്യക്തമാക്കി.
കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ നിലപാട് അംഗീകരിച്ചു. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, AK ആന്റണി എന്നിവരും സുധീരന്റെ നിലപാടിനോട് യോജിച്ചതായാണ് വിവരം. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സുധീരൻ ഇക്കാര്യം വ്യക്തമാക്കി. ഗ്രൂപ്പ് അതിപ്രസരത്തിന് അതീതമായി പുതുമുഖങ്ങളും പിന്നെ ചെറുപ്പക്കാരും വനിതകളും മറ്റു ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും പെടുന്ന നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ള അതുവഴി പാർട്ടിയെ കൂടുതൽ സചേതനമാക്കി മാറ്റും. ഗ്രൂപ്പ് തർക്കം ഒഴിവാക്കിയുള്ള തുടർ ചർച്ചകളാണ് നടപ്പാക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതായും സുധീരൻ അറിയിച്ചു. എന്നാൽ നട്ടലുള്ള നേതൃത്വമാണ് KPCCക്ക് വേണ്ടതെന്ന K സുധാകരന്റെ പരാമർശത്തോട് VM സുധീരന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ അതേക്കുറിച്ചൊന്നും ഓരോന്നും പറയുന്നില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതേസമയം UDF ചെയർമാൻ പദവി സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും VM സുധീരൻ പ്രതികരിച്ചു. സുധീരനെതിരെയുള്ള AI ഗ്രൂപ്പുകളുടെ പടനീക്കം ശക്തമായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് സുധീരനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM-നെതിരെ BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം. കേരളത്തിൽ BJP പ്രവർത്തകർക്കെതിരെ CPIM വ്യാപക ആക്രമണം നടത്തുന്നു എന്നാണ് കരട് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞെന്നും പ്രമേയത്തിൽ പറയുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള 2 ദിവസത്തെ നിർവാഹക സമിതി യോഗം അലഹബാദിൽ തുടങ്ങി. ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായി ചേർന്ന ദേശീയ ഭാരവാഹികളുടെ യോഗമാണ് കരട് പ്രമേയത്തിന് അംഗീകാരം നൽകിയത്. കേരളത്തിലെ CPIM-നെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രമേയത്തിലുള്ളത്. കേരളത്തിൽ BJP RSS പ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമമാണ് CPIM അഴിച്ചുവിടുന്നതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ BJPക്കായെന്നും പ്രമേയം പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട സമയമായെന്ന് ഭാരവാഹി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മോദി പറഞ്ഞു. നിർവാഹക സമിതി യോഗം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തൽ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണം, പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കൽ തുടങ്ങിയവയാണ് മറ്റ് അജണ്ടകൾ. അതേസമയം മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയെ നിർവാഹക സമിതി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. സമ്മേളന വേദിക്ക് സമീപം ജോഷി അനുകൂലികൾ മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷ വധവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. പെരുമ്പാവൂരിലെയും കോതമംഗലത്തെയും ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൊലപാതക ദിവസം ജിഷ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു എന്ന സംശയത്തെ തുടർന്നാണ് നടപടി. ഇതിനിടെ പോലീസ് പ്രദേശത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടത്തി. സംശയകരമായ മുറിവുകളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പരിശോധന നടത്തിയത്. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജിഷ വീട്ടിൽ നിന്നും പുറത്തുപോയിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വട്ടോളിപ്പടി വള്ളം ഡിപ്പോയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ജിഷ ഫ്രൈഡ് റൈസ് കഴിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോതമംഗലത്തെയും പെരുമ്പാവൂരിലെയും ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ജിഷയെ കണ്ടെത്താനായാൽ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകും. ജിഷയ്ക്കൊപ്പം ആ സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ADGP B സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധരടങ്ങുന്ന 14-അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വിവിധ തലങ്ങളിലുള്ള മറ്റന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 14 അന്യസംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ജിഷയുടെ വീടിന് സമീപമുള്ള സ്വകാര്യ സ്കൂളിൽ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് ശേഷം ഇവർക്കൊപ്പമുണ്ടായിരുന്നവരാരെങ്കിലും നാടുവിട്ടു പോയിട്ടുണ്ടോ എന്നറിയുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ഒപ്പം പോലീസ് ഇവരുടെ ദേഹപരിശോധനയും നടത്തി. സംശയകരമായ മുറിവുകൾ എന്തെങ്കിലും ശരീരത്തിലുണ്ടോ എന്നറിയുന്നതിനായിരുന്നു ദേഹപരിശോധന. വിശദമായ ചോദ്യം ചെയ്യലുകൾ തുടരാനാണ് പുതിയ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ദേവാനന്ദ് മമ്മൂട്ടിയെ കാണാനെത്തി. തുടർ ചികിത്സയ്ക്ക് ദേവാനന്ദിനെ സഹായിച്ചത് മമ്മൂട്ടിയായിരുന്നു. കോട്ടയം CMS കോളേജിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാണ് ദേവാനന്ദ് മമ്മൂക്കയെ കണ്ടത്. തെരുവ് നായ കടിച്ചു കുടഞ്ഞതിന്റെ ഭയവും വേദനകളും മറക്കാൻ ദേവാനന്ദ് ഇനി മുതൽ വീടിനടുത്തുള്ള അംഗനവാടിയിൽ കൂട്ടുകാർക്കൊപ്പം എത്തും. വേദനയിൽ കൂട്ടായി നിന്ന പ്രിയപ്പെട്ട മമ്മൂക്കയെ കാണാനും ആദ്യമായി അംഗൻവാടിയിലേക്ക് പോകുന്നതിന്റെ വിശേഷം അറിയിക്കാനും അവൻ കോട്ടയത്തെത്തി. ആ സന്തോഷം പങ്കുവയ്ക്കാൻ ദേവാനന്ദും കുടുംബവും എത്തുന്നുവെന്നറിഞ്ഞ് ബാഗും സമ്മാനങ്ങളും മമ്മൂട്ടി കരുതി വെച്ചിരുന്നു. ദേവാനന്ദനെ എടുത്ത് വിശേഷങ്ങൾ തിരക്കി സമ്മാനങ്ങളും നൽകിയാണ് അദ്ദേഹം യാത്രയാക്കിയത്. മമ്മൂട്ടിക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായാണ് ദേവാനന്ദും അമ്മയും അച്ഛനും സഹോദരിയും എത്തിയത്.
കോതമംഗലം തൃക്കാരുകുടിയിൽ രവീന്ദ്രന്റെയും അമ്പിളിയുടെയും മകൻ ദേവാനന്ദനെ തെരുവുനായ ആക്രമിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 6-നായിരുന്നു. മുറ്റത്തു നിന്ന് കളിക്കുകയായിരുന്ന അവന്റെ കരച്ചിൽ കേട്ടാണ് അമ്മയും മുത്തശ്ശിയും ഓടിയെത്തിയത്. ഇടത് കണ്ണിന്റെ മേൽപോളയും വലത് കണ്ണിന്റെ താഴത്തെ പോളയും തെരുവുനായുടെ കടിയേറ്റ് അടർന്നു തൂങ്ങി അറ്റുപോകുന്ന നിലയിലായിരുന്നു. ഇടത് കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥിയിലേക്കുള്ള ഞരമ്പുകൾ മുറിഞ്ഞിരുന്നു. കൈകാലുകൾക്കും പരിക്കേറ്റു. അങ്കമാലി ലിറ്റിൽ ഫ്ലേവർ ആശുപത്രിയിൽ അടിയന്തര ചികിത്സകൾ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തെ മുറിവുകൾ മാറ്റി. ദേവാനന്ദന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിച്ചു. അവൻ ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിഞ്ഞ മമ്മൂട്ടി ദേവാനന്ദനെ കാണാനെത്തുന്നത്. ദേവാനന്ദന്റെ മുന്നോട്ടുള്ള ചികിത്സാ ചെലവുകൾ അദ്ദേഹം വഹിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ഡോക്ടർമാരെ കാണുകയും ചെയ്തു. എന്നാൽ ഇനി കണ്ണുനീർ ഗ്രന്ഥിയിലേക്കുള്ള ഞരമ്പുകൾ ശസ്ത്രക്രിയ ചെയ്ത് യോജിപ്പിക്കണമെങ്കിൽ 10 വയസ്സ് കഴിയണം. ദേവാനന്ദന് ഭയപ്പാടുകളും ആശങ്കകളും മറക്കാൻ ഇനി വേണ്ടത് കൂട്ടുകാരുമായുള്ള ഒത്തുചേരലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തനിക്കെതിരെ നടക്കുന്ന അപകീർത്തികരമായ പ്രചാരണത്തിനെതിരെ സീരിയൽ നടി ലക്ഷ്മി സൈബർ സെല്ലിന് പരാതി നൽകി. പുത്തൻകുരിശ് SIയെ സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടിയെന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ ചിത്രം പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി. ഫേസ്ബുക്കിലും വാട്സാപ്പിലുമാണ് കുപ്രചരണം നടക്കുന്നത്. എറണാകുളം കോലഞ്ചേരിയിൽ സീരിയൽ നടിയുടെ വീട്ടിൽ സംശയകരമായി കണ്ടെന്നാരോപിച്ച പുത്തൻകുരിശ് SI സജീവ് കുമാറിനെ ജനം മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് സീരിയൽ നടി ലക്ഷ്മിയുടെ ചിത്രം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വിവാദത്തിൽപ്പെട്ട നടിയാണെന്ന രീതിയിൽ അപമാനകരമായി നടക്കുന്ന പ്രചരണത്തിനെതിരെ ലക്ഷ്മി സൈബർ സെല്ലിന് പരാതി നൽകി. ലക്ഷ്മി എന്ന് വന്നിട്ട് എന്റെ തൊട്ടടുത്ത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ, ഈ ഫോട്ടോ സെപ്പറേറ്റ് എടുത്ത് പോസ്റ്റ് ചെയ്താണ് വ്യക്തമായിട്ട് അറിയാം. അതാരാണ് എന്നുള്ളത് എനിക്ക് അറിയണം. നേരത്തെയും പല കേസുകളിലും സീരിയൽ നടിമാരുടെ പേര് വലിച്ചിഴക്കപ്പെട്ടെന്നും ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് പരാതി നൽകിയതെന്നും ലക്ഷ്മി പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS ആക്രമണം നടന്ന പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായ CPIM നേതാക്കൾ സന്ദർശിച്ചു. MP രാജേഷ്, MP PK ശശി MLA എന്നിവർ വീടുകളും വായനശാലയും സന്ദർശിച്ചു. നെല്ലായയിലെ CPM പ്രവർത്തകരുടെ 9 ബൈക്കുകൾ അർദ്ധരാത്രിയോടെയാണ് RSS ക്രിമിനൽ സംഘം കത്തിച്ചത്. CPIM DYFI പ്രവർത്തകരായ വിജയകുമാർ, രഞ്ജിത്ത് എന്നിവരുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പെൺമുഖം വായനശാലയും അടിച്ചു തകർത്തു. പരിക്കേറ്റ 9 പേർ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM നേതാക്കൾ ആവശ്യപ്പെട്ടു. മഴ കനത്തപ്പോഴും തൃശൂർ മുണ്ടത്തിക്കോട് സ്വദേശി അലക്സ് ജോസഫ് എന്ന കർഷകൻ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പോളി ഹൌസിൽ ആരംഭിച്ച പയർ കൃഷി വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം. പുരയിടത്തിൽ 500 സ്ക്വയർ മീറ്ററിൽ തയ്യാറാക്കിയ പോളി ഹൌസിലാണ് അലക്സ് ജോസഫ് പയർ കൃഷി ഇറക്കിയത്. നട്ടുനനയ്ക്കാനും ചെടികളെ പരിപാലിക്കാനും സഹധർമ്മിണിക്കൊപ്പം മകൻ 5 വയസ്സുകാരൻ ജോസഫും ഒപ്പം ചേർന്നു. ജോസഫിന്റെ കുരുന്നു മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യം വളർന്നതിനൊപ്പം പയർച്ചെടികളും വളർന്ന് പന്തലിച്ചു. വിളവെടുക്കാറായതോടെ തോട്ടത്തിലെ ജോലികളിലെല്ലാം അച്ഛനെ സഹായിക്കാൻ ഈ കുസൃതിക്കുട്ടനും ഏറെ ഉത്സാഹമാണ്. പോളി ഹൌസ് രീതിയിൽ സാധാരണയിലധികം വിളവ് ലഭിക്കുമെന്ന ഈ കർഷകന്റെ അനുഭവം. പ്രധാനമായിട്ടും കീടങ്ങളുടെ ഉപദ്രവങ്ങൾ വളരെ കുറവാണ്. ആന്റിവൈറസ് നെറ്റ് കടന്നിട്ട് ഒരു സാധനങ്ങൾക്ക് സാധാരണ കടക്കാൻ പറ്റില്ല. അപ്പോൾ വിഷം തളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രീൻ മൈത്രി എന്ന പേരിൽ കർഷകർക്ക് പ്രചോദനം നൽകുന്ന പെരിങ്ങണ്ടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വിളവ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.